നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ഗർഭചിത്ര ഗുളികകളുടെ ഉപയോഗവും പ്രചാരണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ബോധവൽക്കരണവും പ്രാർത്ഥനാ യജ്ഞവുമായി US കത്തോലിക്ക മെത്രാൻ സമിതി പ്രോ ലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികൾക്കും പ്രാർത്ഥനാ യജ്ഞത്തിനും സഭ ആഹ്വാനം ചെയ്തു. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓൺലൈൻ വഴിയും തപാൽ മാർഗം വഴിയും ഗർഭചിത്ര ഗുളികകൾ ലഭ്യമാക്കാൻ അനുമതി നൽകിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. US മെത്രാൻ സമിതി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് പോൾ കോഗ്ലിയും പ്രോ ലൈഫ് കമ്മിറ്റി ചെയർമാൻ ബിഷപ്പ് ഡാനിയൽ തോമസും സംയുക്തമായാണ് പ്രസ്താവന പുറത്തിറക്കിയത്. വിശ്വാസികൾ വിശുദ്ധ യൗസേപിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണമെന്നും ഗർഭചിത്ര ഗുളികകൾ നിർമ്മിക്കുന്ന മരുന്ന് കമ്പനികൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ അണിചേരണമെന്നും മെത്രാൻ സമിതി അഭ്യർത്ഥിച്ചു. പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടുക്കി പോലുള്ള മലയോര ജില്ലകളിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഇടുക്കി രൂപത ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന് രൂപത അധികൃതർ നിവേദനം നൽകി. 2026 ജൂലൈ 28 പുറത്തിറങ്ങിയ 7ാമത്തെ കരട് വിജ്ഞാപനം മുൻ വിജ്ഞാപനങ്ങളിൽ നിന്നും മാറ്റമില്ലാതെ പ്രസിദ്ധീകരിച്ചത് ആശങ്കാജനകമാണ്. വീടുകളും ജനവാസ മേഖലകളും ESA പരിധിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണം. കൃഷിഭൂമിയും തോട്ടങ്ങളും ESAയിൽ ഉൾപ്പെട്ടാൽ ഭാവിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഭൂവിനിയോഗം, കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നിവയിൽ കർശന നിയന്ത്രണങ്ങൾ വരുമോ എന്ന ഭയം കർഷകർക്കിടയിൽ ശക്തമാണ്. റോഡ്, വീട്, പൊതുസ്ഥാപനങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ സാധാരണ ജനജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് അനാവശ്യമായ തടസ്സം സൃഷ്ടിക്കാൻ ESA പ്രഖ്യാപനം ഇടവരുത്തുമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ജോലി തേടി വീട് വിട്ടുപോകുന്ന ജനങ്ങളുടെ സുരക്ഷിതമായ കുടിയേറ്റം ഉറപ്പാക്കാനും ചൂഷണം, മനുഷ്യക്കടത്ത്, അടിമത്തം എന്നിവയിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും ശക്തമായ നടപടികൾ വേണമെന്ന് ജാർഖണ്ഡിലെ കത്തോലിക്ക സഭ റാഞ്ചിയിലെ STCയിൽ സംഘടിപ്പിച്ച കുടിയേറ്റക്കാരെ പരിപാലിക്കൽ എന്ന വർക്ക്ഷോപ്പിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികരും സന്യാസിനിമാരും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്ത യോഗത്തിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കാരണം കടുത്ത ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന ഗോത്രവർഗക്കാരുടെ അവസ്ഥ ചർച്ച ചെയ്തു. ഗ്രാമതല ബോധവൽക്കരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള നിയമപരമായ ബോധവൽക്കരണം എന്നിവയിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് സഭാ നേതാക്കൾ വ്യക്തമാക്കി. ഭാവിയിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് കൃത്യമായ പിന്തുണ ഉറപ്പാക്കാൻ ഇടവക തലത്തിലും രൂപതാ തലത്തിലും ശക്തമായ ഏകോപനം നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അൽമായ സംഘടനയായ ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയന്റെ 107ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രത്തിന് നൽകിയ മികച്ച സേവനങ്ങൾക്കുള്ള ശതാബ്ദി അവാർഡുകൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സിവിക് കമ്മ്യൂണിറ്റി സർവീസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുകളാണ് നൽകിയത്. പ്രശസ്തി പത്രവും മൊമന്റോയും 25,000 രൂപയും അടങ്ങുന്നതാണ് അവാർഡുകൾ. ഗോവ, കേരളം, കർണാടകം, തമിഴ്നാട്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, നാഗാലാൻഡ്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. 2022 മുതൽ 2026 വരെ തുടർച്ചയായി 2 തവണ AICയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഏലിയാസ് റോഡ്നി വാസിനെ വിശിഷ്ട നേതൃത്വത്തെയും സമർപ്പിത സേവനത്തെയും ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസോലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവയുടെ മെത്ര അഭിഷേക രജത ജൂബിലി സമാപന ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിരുന്ന പ്രത്യേക പന്തലിലാണ് പരിപാടികൾ നടന്നത്. രാവിലെ കത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ സമൂഹ ബലിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വചന സന്ദേശം നൽകി. അന്ത്യോക്യയിലെ സുറിയാനി കത്തോലിക്ക പാത്രിയാർക്കീസ് ഇഗ്നാത്യോസ് യൂസഫ് യൗനാൻ ബാവ മുഖ്യ അതിഥിയായിരുന്നു. പൊതുസമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.